ലോറി ലോറി നമ്മൾ അതൊരു മിനി ലോറിയാണ്. അപ്പോൾ അതൊരു പകുതി ഭാഗത്തോളമെങ്കിലും വെള്ളത്തിന് പുറത്തേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതിനോടകം അജി? പകുതി ഭാഗം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. അതിൽ ഒരു പ്രധാന വെല്ലുവിളി നിറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 40 വർഷമായി ഈ ഉപയോഗിക്കാതിരുന്ന ഒരു കോറി, പ്രവർത്തനരഹിതമായ ഒരു കോറി. അപ്പോൾ മാലിന്യങ്ങളും ഒപ്പം തന്നെ ചെളിയും നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ചെളിയിൽ ആഴ്ന്നു പോയി എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പ്രധാനമായും പറയേണ്ടത്. ചെളിയിൽ അത് ആഴ്ന്നു പോയിരുന്നു. അത് ഉയർത്താനുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. അതാണിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോൾ ഉയർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പൂർണ്ണമായും ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ നിത്യോപയോഗ സാധനങ്ങളൊക്കെ ഉണ്ട്, ലോറിയുടെ ഭാരമുണ്ട്. ഒരു മിനി ലോറിയാണ്. അതിൻ്റേതായിട്ടുള്ള ഇത്രത്തോളം ടൺ വഹിക്കുന്ന ഭാരമുള്ള ആ വാഹനം ഒരു ബെൽറ്റിൻ്റെ സഹായത്തോടു കൂടെ തന്നെയാണ് ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അത് ഉയർത്തുന്നത്. അപ്പോൾ അത്രയേറെ ശ്രമകരമായ ഒരു ജോലിയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഏതായാലും അത് ഉയർത്താനുള്ള ശ്രമം ഇപ്പോഴും പകുതി വിജയം കണ്ടിരിക്കുന്നു, പാതി ഉയർത്തിയിരിക്കുന്നു. അത് തന്നെ ഒരു വലിയ ആശ്വാസം തന്നെയാണ് രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. ഹഷ്മി, സമാനതകളില്ലെങ്കിൽ കൂടിയും അന്ന് ഗംഗാവലിപ്പുഴയിൽ പോയ അർജുൻ്റെ ലോറിയും ആ അർജുനെ രക്ഷിക്കാനുള്ള ദൗത്യവും ഒക്കെ ഓർമ്മ വരികയാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. അന്ന് ഈ പറയുന്ന 45 ദിവസത്തിന് ശേഷവും ആ ലോറിക്കുള്ളിൽ അർജുൻ ജീവനോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് നമ്മൾ. വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ പ്രതീക്ഷിക്കുകയല്ല, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഉറപ്പായും ജീവനോടെ ഉണ്ടാകും എന്ന് ആഗ്രഹിച്ചതെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് നമ്മൾ. അങ്ങനെ പ്രതീക്ഷ നമ്മൾക്ക് 7 മണിക്കൂറിനകവും മുസ്തഫയെ ജീവനോട് രക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ നമ്മൾ പ്രതീക്ഷിക്കും. അങ്ങനെ നമുക്കതിന് കഴിയും, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്തായാലും മലപ്പുറം ആദവനാട് ക്വാറിക്കുഴിയിൽ വീണുപോയ മിനി ലോറി ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ ശ്രമകരമായ ദൗത്യം ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ളിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇറങ്ങി മുങ്ങിത്തപ്പിയെങ്കിലും മുസ്തഫ അതിനുള്ളിൽ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും ആ സമയത്ത് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അതായപ്പോൾ ലോറി 7 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ ഉയർത്തുകയാണ്. ഈ പറയുന്ന പോലെ നിറയെ വേസ്റ്റും മാലിന്യവും ഒക്കെ നിറഞ്ഞു കിടക്കായിരുന്നു. താഴെ ചെളിയായിരുന്നു, ചെളിയിൽ പൂണ്ട നിലയിലായിരുന്നു ഈ മിനി ലോറി ഉണ്ടായിരുന്നു. അതിനെ പൊക്കിയെടുക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തി. കുറേയധികം സമയമായി മണിക്കൂറുകൾ നീണ്ട പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഈ പറയുന്ന കയറ് കെട്ടി ആദ്യം റോപ്പ് കൊണ്ടു, പക്ഷേ റോപ്പ് താഴെ വരെ എത്തി ഈ ലോറിയിൽ കെട്ടാൻ കഴിഞ്ഞതിൽ പിന്നീടാണ് ഇതുപോലുള്ള ബെൽറ്റ് 4 വശവും ചുറ്റിക്കെട്ടിക്കൊണ്ട് അതിനെ ഉയർത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. അജി തുടരുന്നു. അജി, കുറേയധികം ഉദ്യോഗസ്ഥർ ശ്രമകരമായ ദൗത്യത്തിൽ വെള്ളത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. അവരനുഭവിക്കുന്ന അവർ ചെയ്യുന്ന ജോലി അത് സമാനതകളില്ലാത്ത ജോലിയാണ് ആ ജോലി. അപ്പോൾ അല്പസമയത്തിനകം അത് പൂർണ്ണമായി വിജയിക്കും എന്ന് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ നീണ്ട 7 മണിക്കൂറോളം കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് ലോറി ഉയർത്തിയത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വലിയ തരത്തിൽ അത് തകർന്നിരിക്കുന്നു എന്നുള്ളതും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാക്കുന്നതാണ്. കാരണം ഈ ഉച്ചയ്ക്ക് 12:30 തുടങ്ങിയ ഒരു രക്ഷാപ്രവർത്തനം, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മുങ്ങൽ വിദഗ്ധരെയാണ്, ഫയർഫോഴ്സ് ടീമിനെയാണ് എടുത്തു പറയേണ്ടത്. കാരണം അവരത്രയും ശ്രമകരമായി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇത് ഉയർത്താൻ കഴിഞ്ഞത്. കാരണം ആ ചെളിയിലടക്കം ആഴ്ന്ന് നീന്തി കിടക്കേണ്ട ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ നേരത്തെ. അപ്പോൾ അത്രയും ശ്രമകരമായിട്ടാണ് അവർ ഒരു ദൗത്യം എത്തിയത്. അത് ലോറി പകുതി എങ്കിലും ഉയർത്താൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇനിയും നമുക്ക് മുസ്തഫയെ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. അപ്പോൾ അതിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത്. ഹഷ്മി, ആദവനാട് ആണ് ക്വാറിക്കുഴിയിലേക്ക് മിനി ലോറി വീണുപോയത്. 2 പേർ ലോറിയിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരാളെ അപ്പോൾ തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. രണ്ടാമത്തെ ആളാണ് മുസ്തഫയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. വളരെ പെട്ടെന്ന് ഈ ഭാരമുള്ള ലോറിയാണല്ലോ, സ്വാഭാവികമായും ഇത് വെള്ളത്തിനടിയിലേക്ക് ആണ്ടുപോയി. ഇത് ആദ്യം അങ്ങനെ ഉപയോഗിക്കും. ഇപ്പോൾ ഈ പാറക്കുഴി, ഈ ക്വാറിയുടെ കുഴി എന്തിനാണ് ഉപയോഗിക്കുക? അല്ലെങ്കിൽ തന്നെ വല്ല ഇടയ്ക്ക് മീൻ വളർത്താനൊക്കെ ഉപയോഗിക്കുന്നതല്ലാതെ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കുഴിയല്ല. വെള്ളം നിറഞ്ഞു കിടന്നു, താഴെ മുഴുവൻ ചെളിയായിരുന്നു. വലിയ ആഴത്തുള്ള കുഴിയാണ്. അതിലേക്ക് കുത്തനെ താഴെയുള്ള ചെളിയിലേക്ക് മിനി ലോറി അങ്ങ് ആഴ്ന്നു പോവുകയായിരുന്നു. അത് ഉയർത്താനുള്ള ശ്രമങ്ങൾ ഈ കഴിഞ്ഞ 6-7 മണിക്കൂറായി വളരെ തീവ്രമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ, ഈ മുങ്ങൽ വിദഗ്ധരൊക്കെ അവരെപ്പോഴും ചെയ്യാറുള്ളതുപോലെ അവരുടെ ആരോഗ്യം നോക്കാതെ, അവരുടെ ബാക്കി കാര്യങ്ങളൊന്നും നോക്കാതെ അവർ ഇറങ്ങി പണിയെടുത്ത് അതിനുള്ളിൽ പോയി ഈ ബെൽറ്റ് ആ ലോറിയിൽ ബന്ധിച്ച് ആ ലോറി ഉയർത്തി ഏതാണ്ട് പകുതിയോളം ഉയർത്തി എന്ന് കേൾക്കുന്നു. അതിനിടയിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത, മുസ്തഫ സുരക്ഷിതനായി കിട്ടിയെന്നുള്ള വാർത്ത നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നടക്കുമോ എന്ന കാര്യം, എത്രത്തോളം അത് സാധ്യമാകും എന്ന കാര്യം അറിയില്ല. ഇപ്പോഴും ലോറി ഉയർത്താനുള്ള തീവ്ര ശ്രമങ്ങൾ അവിടെ തുടരുകയാണ്.
ബെൽറ്റ് കെട്ടിയാണ് ഉയർത്തുന്നത്. നേരത്തെ റോപ്പ് കൊണ്ടുവന്ന് ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടിരുന്നു. അത് ആ ലോറി പാറക്കോറിയിൽ മുങ്ങി അല്ലെങ്കിൽ കോറിക്കുഴിയിൽ വീണു എന്ന വാർത്ത വരുമ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ലോറി കാണാനുണ്ടായിരുന്നില്ല. പൂർണ്ണമായി അപ്പോൾ തന്നെ ലോറി പൂർണ്ണമായി വെള്ളത്തിനടിയിലേക്ക് തന്നെ കൊണ്ടുപോയിരുന്നു ലോറി. അതിനുശേഷം ഇപ്പോഴാണ് ആ ലോറി ഭാഗികമായി ഉയർത്തി ഏതാണ്ട് പകുതിയോളം ഉയർത്താൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജി, ഇത്രയും ഉയർത്തിയ ലോറി മൊത്തത്തിൽ പൊക്കിയെടുക്കാനുള്ള പ്രതിസന്ധി ഇപ്പോഴെന്താണ്? ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഹാഷ്മിയിലേക്ക് പങ്കുവെക്കുകയാണ്. ഹാഷ്മിക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെങ്കിൽ മുസ്തഫ ആ ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് കാണാൻ കഴിയും. അത് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. അതൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. നേരത്തെയും നമ്മളത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് സ്ഥിരീകരിച്ചിരുന്നു, ലോറിക്കുള്ളിൽ മുസ്തഫ ഉണ്ട് എന്ന്. ആ ദൃശ്യങ്ങൾ ഹാഷ്മിക്ക് കാണാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ മുസ്തഫയെ പുറത്തെടുക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഇനിയുമുള്ളത്. ഇപ്പോൾ ലോറി ഇനിയും ഉയർത്തുന്നില്ല. അവിടെ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഫയർഫോഴ്സ് ടീം മുസ്തഫയെ ലോറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് എടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നിലവിൽ ചെയ്യുന്നത്. അവർ ഇനിയും ഉയർത്തുന്നില്ല. കാരണം 70 അടി താഴ്ചയുള്ള ഈ ഒരു കോറിക്ക് വളരെ ശ്രമകരമായിട്ട് തന്നെയാണ് ഈ ക്രെയിൻ ഇവിടെ നിന്ന് വളരെ സാഹസികമായിട്ട് തന്നെയാണ് അവർ ആ ലോറി ഉയർത്തിയത്. അപ്പോൾ ഇനിയും അത് ഉയർത്തുക എന്നുള്ളത് ശ്രമകരമായ ജോലിയാണ്. അപ്പോൾ മുസ്തഫയെ ഇനി പുറത്തെടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ആ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ അവർ അത് ചെയ്യുന്നതാണ് നമുക്ക് ഹാഷ്മി ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതിനുള്ള ദൃശ്യങ്ങളാണ്. മുസ്തഫയുടെ ഒരു കാൽഭാഗം നമുക്ക് കാണാം ആ ദൃശ്യങ്ങൾ. ഇതിനോടകം തന്നെ വന്ന ദൃശ്യങ്ങൾ നമ്മളത് കണ്ടിരുന്നു, ഒരു കാലിൻ്റെ ഭാഗം. അപ്പോൾ ആ ലോറി പൂർണ്ണമായി ഉയർത്തുക എന്നുള്ള ശ്രമം തൽക്കാലം ഇപ്പോൾ അത് പൂർത്തിയാക്കുമെന്നറിയില്ല. അതിനേക്കാൾ പ്രയോറിറ്റി അതിനുള്ളിൽ കിടക്കുന്ന ആളെ പുറത്തേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.